ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISL അപ്ഡേറ്റ്സിന്റെ 7ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കുറച്ച് അപ്ഡേറ്റുകൾ ലഭിച്ചിട്ടുണ്ട്, അത് വിശദമായി കൊണ്ട് പരിശോധിക്കാം. ഒന്നാമത്തേത് അശുതോഷ് മെഹ്തയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് മെഹ്തയെ ഇപ്പോൾ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹി സ്വന്തമാക്കിയിട്ടുണ്ട്. 34 വയസ്സുള്ള അശുതോഷ് മെഹ്ത പ്രതിരോധ നിര താരമാണ്. നേരത്തെ ജംഷഡ്പൂർ FC വേണ്ടിയൊക്കെ കളിച്ചിട്ടുള്ള താരമാണ് ഇദ്ദേഹം. ഇനി ഡൽഹിയുടെ ജേഴ്സിയിലാണ് ഈ താരത്തെ നമുക്ക് കാണാൻ കഴിയുക. രണ്ടാമത്തെ അപ്ഡേറ്റ് അത് ഇന്റർ കാശിയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് നരേന്ദ്ര ഗഹ്ലോട്ടിനെ ഇവർ സ്വന്തമാക്കുന്നു എന്ന റൂമർ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. അത് മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടാതെ ബംഗളൂരു FC താരമായ രോഹിത് ദാനുവിനെ കൂടി ഇന്റർ കാശി സ്വന്തമാക്കിയിട്ടുണ്ട്. മികച്ച താരങ്ങളെ ഇന്റർ കാശി ഇപ്പോൾ തങ്ങളുടെ തട്ടകത്തിൽ എത്തിക്കുന്ന പ്രക്രിയ തുടരുകയാണ്. ഇനി മൂന്നാമത്തെ അപ്ഡേറ്റ് അത് മുംബൈ സിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് നിലവിൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ മുംബൈ സിറ്റി യാതൊരുവിധ നീക്കങ്ങളും നടത്തുന്നില്ല. ഇക്കാര്യം മാർക്കസ് മെർഗുലാവോ തന്നെയാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. മുംബൈ ഇനി പുതിയ താരങ്ങളെ കൊണ്ടുവരുമോ എന്നുള്ളത് വ്യക്തമല്ല. നാലാമത്തെ അപ്ഡേറ്റ് അത് ടെലികാസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ISL ബ്രോഡ്കാസ്റ്റിംഗിന് വേണ്ടിയുള്ള ബിഡുകൾ ഇപ്പോൾ ഫെഡറേഷന് ലഭിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് ബിഡുകൾ നൽകിയത് എന്നുള്ളത് മാർക്കസ് പറഞ്ഞിട്ടില്ല. പക്ഷെ 1-2 ദിവസത്തിനുള്ളിൽ നമുക്ക് ക്ലാരിറ്റി ലഭിച്ചേക്കും. അഞ്ചാമത്തേത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു വിവരമാണ്. അതായത് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് തൃപ്പൂണിത്തറയിലെ ദി ക്ലാസിക് ഫോർട്ട് ഹോട്ടലിലാണ് താമസിക്കുക എന്നുള്ളത് അറിയാൻ സാധിക്കുന്നുണ്ട്. 6 മർലോൺ റൂസുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഈ ജർമ്മൻ താരം കഴിഞ്ഞ ദിവസം ക്ലബിൽ എത്തിയിരുന്നു. അദ്ദേഹം ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞു. നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായ ഡേവിഡ് കാറ്റല പരിശീലനത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇതുവരെ TG പുരുഷോത്തമനായിരുന്നു നിയന്ത്രിച്ചിരുന്നത്. ഇപ്പോൾ കാറ്റല ടീമിനോടൊപ്പം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. 7ാമത്തെ അപ്ഡേറ്റ് ആൻഡ്രെ ആൽബയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഡൽഹിയുടെ വളരെ പ്രധാനപ്പെട്ട വിദേശ താരമായിരുന്നു ആൽബ. എന്നാൽ അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് ഇപ്പോൾ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ആൽബ ഇപ്പോൾ ഡൽഹി വിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യ വിട്ട് പുറത്തു പോവുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. 8 ജസ്സിനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. അതായത് ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിക്കുന്ന മലയാളി താരമാണ് ജസിൻ TK. ഇദ്ദേഹം ലോൺ അടിസ്ഥാനത്തിൽ ലീഗ് ക്ലബായ ഡയമണ്ട് ഹാർബർ FC പോവുകയാണ്. 9 ആശിഷ് റായുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. അതായത് മോഹൻ ബഗാന്റെ താരമായ ആശിഷ് റായ് ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ്. മാത്രമല്ല പരിക്ക് ഒരൽപ്പം ഗുരുതരമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാൽമുട്ടിനേറ്റ പരിക്ക് കാരണം ഇദ്ദേഹം കുറച്ചു കാലം പുറത്തിരിക്കേണ്ടി വരും. വരുന്ന ISL ആശിഷ് റായ്ക്ക് കളിക്കാൻ കഴിയുമോ എന്നുള്ളത് ഇപ്പോൾ സംശയത്തിലാണ്. ഇത്രയും വിവരങ്ങളാണ് പുതിയതായി കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.